എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. മാർക്കോ സിനിമയുടെ ഒരു സ്പെഷ്യൽ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ അഭിനയിച്ചവരും ഇതിൽ പിന്നണിയിൽ പ്രവർത്തിച്ചവരൊക്കെ ഈ സിനിമയെക്കുറിച്ച് പറയുന്നത്, പിന്നെ ഉണ്ണിമൂന്നനെ കുറിച്ച് പറയുന്നത്, പിന്നെ നമ്മുടെ ഡയറക്ടറിനെ കുറിച്ച് പറയുന്നത്, പിന്നെ പ്രൊഡ്യൂസറിനെ കുറിച്ച് പറയുന്നത്, പിന്നെ ടെക്നിക്കലി ഇതിൻ്റെ ഓരോ സംഭവങ്ങളും. ഇതൊക്കെ ഓരോ ചോദ്യങ്ങൾ എല്ലാവരോടും അതുപോലെ ആവർത്തിക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരേ ചോദ്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ചു, അതിനുള്ള ഓരോരുത്തരുടെ ഉത്തരങ്ങളായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പൊ കൂടുതലാണ് ഡയലോഗ് അടിക്കണ്ട, അവര് പറയാനുള്ള അവര് പറഞ്ഞു. അല്ല, ഒരു കാര്യം പറയാനുണ്ട്. കുറച്ചധികം ആൾക്കാർ പലയിടങ്ങളിലും എഴുതി കണ്ടു ഉണ്ണിമൂന്നൻ ഇങ്ങനെ വെറുതെ പൊക്കിയടിക്കാനായിട്ടൊരു വീഡിയോ ആണ് എന്നുള്ള രീതിയിൽ. അത് ശരിക്കും ഇതിന്റെ സംഭവം എന്താണെന്നറിയോ, എനിക്ക് തോന്നിയ കാര്യമാണ്. ഇതൊരിക്കലും ഉണ്ണിമൂന്നനെ പൊക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് പറയുന്ന സാധനമൊന്നുമല്ല. അവർ മൂവി പ്രൊമോഷൻ തന്നെയാണ്. ഉണ്ണിമൂന്നനല്ല നായകൻ. അപ്പൊ ഉണ്ണിമൂന്നനെ കുറിച്ച് സിനിമയെ കുറിച്ചും കാര്യം പറയേണ്ടി വരും. പിന്നെ ഒരേ ചോദ്യം ആവർത്തിക്കുന്നു. പറയാ ഈ ഉത്തരങ്ങൾ നൽകുന്നവരോട് ഒരേ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇതിനെക്കുറിച്ച് കൂടുതൽ വാചാലരായിട്ട് സംസാരിക്കും. അപ്പോൾ ഉണ്ണിമൂന്നനെ കുറിച്ച് കുറച്ച് കൂടുതൽ പറയും. കാരണം നടനാണല്ലോ, ആരുടെ പേരിലല്ലേ ഇത് മാർക്കറ്റ് ചെയ്ത് പോകുന്നത്. തീർച്ചയായിട്ടും നായകനായിട്ട് വരുമ്പോൾ നായകനെ കുറിച്ച് തന്നെയല്ലേ കൂടുതൽ സംസാരിക്കേണ്ടത്. അല്ലാണ്ട് അവിടെ ഇപ്പൊ ഇടികൊണ്ട് ചാകാൻ വന്ന ഏതെങ്കിലും ഒരു ആളെ കുറിച്ച് അവിടെ പറഞ്ഞിട്ട് വല്ല അയാൾ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അയാൾ അവിടെ ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? അപ്പം ആരുടെ പേരിലാണോ ഈ സിനിമ മാർക്കറ്റ് ചെയ്യാൻ പോണത് അയാളെ കുറിച്ച് തന്നെ പറയുള്ളൂ. സ്വാഭാവികം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കേൾക്കാം. നമ്മളിതിൻ്റെ ഒരു വീഡിയോ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇന്നലെ മിനിഞ്ഞാന്നാണോ? ആ, ഓക്കെ. ബാക്കി ഇച്ചിരി ഉണ്ട് കേട്ടോ, അധികം റിയാക്ഷനൊന്നും പ്രതീക്ഷിക്കണ്ട. പറയാൻ എനിക്ക് പേടിയാണ്. ഒരുപാട് പറയുവാണെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് വയലന്റ് മൂവി ആയിരിക്കും മലയാളത്തിൽ. സോ ഇത് കഴിഞ്ഞ ബേസിക്കലി ഇതൊരു ബെഞ്ച് മാർക്ക് ആയിരിക്കും. ഇങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകർക്ക് ഇതൊരു ഗംഭീര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. 17 മന്ത് തീർച്ചയായിട്ടും കാണാൻ മുടക്കുന്ന പൈസയ്ക്ക് എന്തായാലും ഒരു വലിയൊരു മൂല്യം ഉണ്ടാവുന്നതാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെയാണ് നമ്മൾ മാർക്കോ ഇത്രയും ഗംഭീരമായിട്ട് ഉണ്ടാക്കിയേക്കുന്നത്. വിഷ് മാർക്കോ ഒരു ഗംഭീര ഒരു സിനിമയാകും. നമുക്ക് എല്ലാവർക്കും പേഴ്സണലി ഉണ്ണിമൂന്നന് ഇതൊരു ഏറ്റവും ഗംഭീര ഒരു കരിയർ ബെസ്റ്റ് ഒരു റോളായിരിക്കും. ആക്ഷൻ കൊറിയോഗ്രാഫി ആണെങ്കിലും അല്ലെങ്കിൽ സൗണ്ട് മിക്സിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ സൗണ്ട് എഞ്ചിനീയർ ആണെങ്കിലും എല്ലാം DOP ആണെങ്കിലും സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും എവറിത്തിങ് ഇസ് ദ ബെസ്റ്റ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലാണ് മാർക്കോ ഉണ്ടാക്കിയേക്കുന്നത്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മലയാളം സിനിമയിൽ ഇത്രയും സീനിയർ ആക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവമല്ല പ്രതീക്ഷിച്ചത്. പുള്ളിന് ഇങ്ങനത്തെ ഒരു ഷെയ്ഡിൽ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു അങ്ങനത്തെ ഷെയ്ഡ്സിൽ പുള്ളിക്കാരൻ ഓപ്പൺ അപ്പ് ആയതും അല്ലെങ്കിൽ അങ്ങനത്തെ ഷെയ്ഡിൽ നമുക്ക് പുള്ളിനെ അങ്ങനെ കാണാൻ പറ്റിയതും അങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ പുള്ളിക്കാരൻ ചെയ്യുന്നത് നമുക്ക് വളരെ വലിയൊരു ഇൻസ്പിറേഷനാണ്. മാർക്കോ വിൽ ബി പിന്നെ ഇപ്പോൾ വരുന്ന ഞാനും ഉണ്ണിയൊക്കെ ഒരു 10-12 കൊല്ലം മുമ്പ് ഉള്ള പരിചയം. അന്ന് തൊട്ട് ഉണ്ണി എപ്പോഴും പറയുന്ന ഒരു ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ പടം ചെയ്യണം, മാൻ ഫ്രം നോവെയറൊക്കെ പോലത്തെ ഒരു പടം ചെയ്യണം. അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റായിട്ട് ഹനീഫ് വരി ഷെരീഫിന്റെ പോലൊരു പ്രൊഡ്യൂസർ ഇതിൻ്റെ ഒരു മെറിറ്റ് മനസ്സിലാക്കിയിട്ട് ഈ പടത്തിന് ആവശ്യത്തിലധികം ബഡ്ജറ്റ് ചെലവാക്കുകയും എല്ലാ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് മാർക്കോ ഇപ്പോൾ ടീസേഴ്സ് ഒക്കെ ഇറങ്ങിയിട്ട് ഇത്രയും ആൾക്കാരുടെ ചർച്ചയായത്. ഞാൻ ഇതിനു മുമ്പിലോട്ട് പറഞ്ഞ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത് വെച്ച് ഏറ്റവും വയലൻസ് ഉള്ള പടമാണ് മാർക്കോ. ആ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ഇത്രയും വയലൻസ് ഉള്ള പടം വന്നിട്ടുണ്ടാവില്ല. വയലൻസ് ചുമ്മാ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊരു പടമല്ല, അതിന് റീസൺസ് ഉണ്ട്. ഇങ്ങനത്തെ ഒരു ആക്ഷൻ പടം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ണി എടുത്തിട്ടുള്ള എഫേർട്ട് ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം കുറേ ലെങ്ത് ഉള്ള ഫൈറ്റ്സ് ഉണ്ട്. നോർമലി നമ്മൾ കാണുന്ന സിനിമകളിൽ ഒരു ഇടി തന്നെ 4 കട്ട്സ് ഒക്കെ ഉണ്ടാവും. ഇത് അത് ഭയങ്കര എളുപ്പമാണ് ചെയ്യാൻ, ഭയങ്കര ടെക്നിക്കലാണ്. ഇത് ഉണ്ണി നന്നായി എഫേർട്ട് എടുത്ത് അതിനനുസരിച്ച് ഉള്ള കൊറിയോഗ്രാഫി സെറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഫൈറ്റ്സ് എല്ലാം വന്നിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഫൈറ്റ്സ് എഡിറ്റ് ചെയ്യാനായാലും അത് കണ്ടപ്പോൾ. ഹനീഫിനെ ഞാൻ ആദ്യം പടം ഗ്രേറ്റ് ഫാദർ ആയിരുന്നു, അവൻ്റെ അടുത്ത പടം ആ സിനിമയ്ക്ക് തന്നെ വിളിച്ചായിരുന്നു. പക്ഷെ കുറച്ച്
എന്തുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിൽ വർക്ക് ചെയ്ത എല്ലാവരും, ഇപ്പം ഞാൻ, ഉണ്ണി, ഹനീഫ്, ഷെരീഫ്, എല്ലാവരും ഒരേ പ്രായത്തിലുള്ള ആൾക്കാരും എല്ലാവരും ഒരേ വേവ് ലെങ്ത്തുള്ള ആൾക്കാരാണ്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഒരേ ജഡ്ജ്മെൻറ്റും ഒരേ ഇഷ്ടങ്ങളായിരുന്നു ഈ പടത്തിൽ പല കാര്യങ്ങളും. എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ മാർക്കോ തിയേറ്ററിൽ ഇപ്പോൾ എന്താ പറയുക, റിലീസാവുന്നതും അതിൻ്റെ ഓഡിയൻസിൻ്റെ റെസ്പോൺസും ഓഡിയൻസ് എങ്ങനെ അത് എടുക്കും എന്നറിയാനും എനിക്കും ഭയങ്കര ആകാംക്ഷയുണ്ട്. സോ നമുക്ക് തിയേറ്ററിൽ കാണാം. വാഴ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ സമയത്ത് ആങ്കർ എന്നോട് ചോദിച്ചു, ജഗദീഷ് ഏട്ടൻ ഇപ്പൊ ചെയ്യുന്നതെല്ലാം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റോൾസ് ആണല്ലോ കൂടുതലും. അങ്ങനെ വിചാരിക്കണ്ട, ഇനി വരാനിരിക്കുന്ന ചിത്രങ്ങളിൽ ഞാൻ വളരെ നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള റോൾസും ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ പോരാ, എന്നെ കൊണ്ട് ഒരുപാട് എന്താ പറയാ ക്രൂരകൃത്യങ്ങൾ ചെയ്യിച്ചിട്ടുണ്ട് ഒരു പടത്തില്. അതൊക്കെ ഏതെന്ന് ഞാൻ പിന്നെ പറയാം. അത്രയും പറഞ്ഞ് നിർത്തി. ഷറഫുദ്ദീൻ ബൊഗെയിൻവില്ല എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ സമയത്ത് ആങ്കറിന്റെ ഏതോ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞു, ഒരു സീനിയർ ആക്ടർ ഇനി റിലീസാകാൻ പോകുന്ന ഒരു പടത്തില് ഒരു വേഷം, അയ്യോ ഭയങ്കര നെഗറ്റീവാണ്, ഇത്രയും ക്രൂവലായിട്ടുള്ള ഒരു ക്യാരക്ടർ, ഓയ്യോ ഭയങ്കരമാണ്. ഇത്രേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. മാർക്കോ എന്ന ചിത്രത്തിന്റെ പേര് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, എന്റെ കഥാപാത്രത്തെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. പക്ഷേ പ്രേക്ഷകര് ഇതൊരു വലിയ സംഭവമാക്കി എടുത്തു. അതിൽ നിന്നും എനിക്ക് മനസ്സിലായി മാർക്കോ എന്ന ചിത്രത്തെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ പ്രതീക്ഷ, ആകാംക്ഷ, അതെനിക്ക് മനസ്സിലായി. അപ്പൊ അത് വെച്ച് മാർക്കോയിൽ ജഗദീഷ് ഗംഭീരമായ ഒരു കഥാപാത്രം കൈകാര്യം ചെയ്യുന്നു, പ്രേക്ഷകരെ ഞെട്ടിക്കാൻ പോകുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഷറഫുദ്ദീൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇപ്പോഴും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ തറപ്പിച്ചു പറഞ്ഞു, മാർക്കോയിലെ എന്റെ കഥാപാത്രം അത് എന്നെ വിശ്വസിച്ചേൽപ്പിച്ച ഹനീഫ് അദേനി എന്ന സംവിധായകനോടുള്ള എന്റെ കടപ്പാട് ഞാൻ ഇതിലൂടെ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. സാധാരണഗതിയിൽ ഒരു സംവിധായകൻ ഇന്നാർക്ക് കൊടുക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു റോളല്ല മാർക്കോയിലെ. അത് എന്നെ വിശ്വസിച്ചേൽപ്പിച്ചു. ഹലോ മമ്മി എന്ന ചിത്രത്തിന്റെ സൈറ്റിൽ വെച്ചാണ് ഹനീഫ് അദേനി എന്നോട് ഇതിന്റെ കഥ പറയുന്നത്, എന്റെ കഥാപാത്രത്തെ കുറിച്ച് പറയുന്നത്. ജഗദീഷ് ഏട്ടൻ ഇതുവരെ അങ്ങനെ ചെയ്യാത്ത ഒരു കഥാപാത്രമാണ്. ഞാൻ കഥ കേൾക്കട്ടെ. കഥ പറഞ്ഞു, എന്റെ കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞു. കേട്ടപ്പോ തന്നെ എനിക്ക് ആവേശം തോന്നി, വളരെ ആവേശം തോന്നി. ഹനീഫ് എങ്ങനെയാണ് എന്നെ ഈ റോളിലേക്ക് കൺസീവ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഹനീഫ് ബേസിക്കലി ഒരു റൈറ്ററും കൂടിയാണ്, സംവിധായകൻ മാത്രമല്ല. അപ്പോ എനിക്ക് വളരെ എന്താ പറയാ സന്തോഷം തോന്നി. ഞാനതൊരു ചാലഞ്ചായിട്ട് തന്നെ ഏറ്റെടുത്തു. ഇനി ബാക്കി പറയേണ്ടത് മുഴുവൻ പ്രേക്ഷകരാണ്. ഞാനിപ്പോ ക്ലെയിം ചെയ്യുന്നത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതായത് സാധാരണഗതിയിൽ ഞാൻ ചെയ്തിട്ടുള്ള ചെയ്യാൻ സാധ്യതയുള്ള ഒരു കഥാപാത്രമല്ല ഇതിലെ ടോണി ഐസക്കിന്റേത്. നെഗറ്റീവ് ഷെയ്ഡ്സ് അതിന്റെ എക്സ്റ്റെന്റ് എന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, അത് പ്രേക്ഷകർക്ക് അതിന്റെ രസം നഷ്ടപ്പെടും. ഞാൻ എൻ്റെ എഫേർട്സ് ഇട്ടിട്ടുണ്ട്, മാക്സിമം എഫേർട്സ് ആ റോള് ചെയ്യാൻ വേണ്ടി ഞാൻ ഇട്ടിട്ടുണ്ട്. അതാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. മാർക്കോ ഇപ്പൊ ഹൈപ്പ് വളരെ കൂടി നിൽക്കുന്ന ഒരു സമയമാണ്. അത് ഒരുപാട് ഭാഷകളിൽ ഇറങ്ങുന്നു. ടീസർ കണ്ടപ്പോൾ തന്നെ ആൾക്കാർ വളരെ ത്രിൽഡ് ആണ്. ഇതിനൊരു എന്താ പറയാ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ടല്ലോ എന്ന് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ എങ്ങനെ വേണോ വായിച്ചെടുത്തോളൂ. സിനിമ റിലീസ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിൽ എത്രത്തോളം വിജയിച്ചിട്ടുണ്ടെന്നുള്ളത് പ്രേക്ഷകർ നിങ്ങളാണ് പറയേണ്ടത്, ഞങ്ങൾ ആരുമല്ല. ഇതില് ഓരോ ആക്ഷൻ സീക്വൻസിന്റെയും പിന്നിൽ ഇമോഷൻസ് ഉണ്ടാവും, ഒരു കാരണം ഉണ്ടാകും. അല്ലാതെ വെറുതെ 6 ഫൈറ്റ് 7 ഫൈറ്റ് എന്നുള്ളതല്ല. ഓരോ ആക്ഷൻ സീക്വൻസിനും വൈ അറ്റ് ദിസ് പ്ലേസ് ദ ഹീറോ ഫൈറ്റ്സ് വിത്ത് ദ വില്ലൻസ് എന്നുള്ളതിന് നല്ല ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുത്തിട്ടാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഏറ്റവും സൂപ്പർബായിട്ടുള്ള രീതിയിലുള്ള ഫൈറ്റാണ്. അതിന്റെ ലൈറ്റിംഗ് ആയിക്കോട്ടെ, ചന്ദ്രുവിന്റെ ലൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, നമ്മൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ടോൺ ഈ ചിത്രത്തിന്റെ കഥ മനസ്സിലാക്കി അതിന് ഒരു ടോൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് ടീസർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ടീസറിന് ഇത്രയും അപ്രീസിയേഷൻ കിട്ടിയത്. അത് മലയാളത്തിൽ മാത്രമല്ല, എല്ലാ ഭാഷകളിലും തന്നെ വളരെ പ്രതീക്ഷയോടെ മാർക്കോയെ കാത്തിരിക്കുന്നു. പിന്നെ മാർക്കോ എന്ന് പറയുമ്പോൾ ഉണ്ണി മുകുന്ദൻ എന്ന ആക്ടർ, ഈ നമുക്ക് ഒരു ഹീമാൻ ഇമേജ് ഉള്ള ഒരു ആക്ടറാണ് ഉണ്ണി മുകുന്ദൻ. ആക്ഷൻ ഹീറോ എന്നതിനപ്പുറം ഹീമാൻ ആണ്. ആ ഹീമാൻ എന്ന് പറയുമ്പോൾ അതിൽ ഉണ്ണി മുകുന്ദന്റെ ഇതിലെ ക്യാരക്ടറിന് മാർക്കോയുടെ സപ്പോർട്ട് ചെയ്യുന്നത് ആക്ഷൻ സീക്വൻസിലെ ഉണ്ണി മുകുന്ദൻ ശോഭിക്കുന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതിനുവേണ്ടി ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ബോളിവുഡിൽ നിന്നും വില്ലൻ വരുന്നുണ്ട്. അപ്പം ആ വില്ലന്റെ കൂടെ തന്നെ ആ വില്ലനെ ഓവർ പവർ ചെയ്യാൻ കഴിയുന്ന ഒരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഫിസിക്കലായിട്ടുള്ള
ഒരുപാട് കൺസ്ട്രെയിൻസും ഒക്കെ നടത്തിയതിനു ശേഷമാണ് ഉണ്ണി ആ ക്ലൈമാക്സ് സീക്വൻസ് ഒരു ചെറിയ ഗ്യാപ്പ് കൊടുത്തതിന് ശേഷമാണ് ഷൂട്ട് ചെയ്തത്. അതൊക്കെ ഒരു നടന്റെ, ഒരു നായകന്റെ ഒരു സാക്രിഫൈസിങ് മെന്റാലിറ്റിയാണ്. ഡയറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവരും എന്തെങ്കിലുമൊക്കെ സ്വാദുള്ള ബിരിയാണിയോ കാര്യങ്ങളൊക്കെ വലിച്ചുവാരി കഴിക്കുമ്പോൾ ഉണ്ണി മുകുന്ദൻ കഴിക്കുന്ന ഡയറ്റ് എന്ന് പറയുന്നത് ആ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്ട്രിക്റ്റ് ഡയറ്റാണ്. മമ്മൂക്ക ഇത്രയും വർഷത്തെ ഒരു ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് മമ്മൂക്ക സാക്രിഫൈസ് ചെയ്തിട്ടുള്ള ഫുഡിന്റെ കാര്യത്തിൽ മമ്മൂക്ക പലപ്പോഴും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ബാക്കിയുള്ളവർ കഴിക്കുമ്പം മമ്മൂക്കയുടേതായിട്ടുള്ള രീതിയിലൊരു ഡയറ്റ് പിന്നെ ആ ആഹാരം കഴിച്ചാണ് ഇന്നും ബോഡി അതേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതേപോലെ ഉണ്ണി ഇതിനകത്ത് ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പെർഫോമൻസിന്റെ കാര്യത്തിലും സാധാരണ കണ്ടിട്ടുള്ള ഉണ്ണിയിൽ നിന്നും വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു ഉണ്ണിയെ ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഉണ്ണി ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആയി മാറാൻ പോവുകയാണ്. കാരണം ഇതിനു മുമ്പുള്ള ചിത്രങ്ങൾ ഉണ്ണി ഇത്രയും മെയിൻ റോളിൽ വരുന്ന ഒരു ചിത്രത്തിൽ ഒരു പാൻ ഇന്ത്യൻ ഫിലിം വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിയുള്ള എന്താ പറയാ മെയിൻ ഈക്വൽ റോൾ അല്ലെങ്കിൽ പാരലൽ ഹീറോ എന്ന രീതിയിൽ അല്ലെങ്കിൽ നെഗറ്റീവ് റോളിൽ ഉണ്ണിയുടെ ചില ചിത്രങ്ങൾ പാൻ ഇന്ത്യൻ ക്ലെയിം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു ഹീറോ എന്ന നിലയിൽ പാൻ ഇന്ത്യൻ ക്ലെയിം കിട്ടാൻ പോകുന്ന ഒരു ചിത്രമായിരിക്കും. ഇതിലെ ആക്ഷൻ സീക്വൻസ് ഏത് ഇന്റർനാഷണൽ ഫിലിമിനോടും കിടപിടിക്കുന്ന തരത്തിലുള്ള ഒരു ആക്ഷൻ സീക്വൻസുകളായിരിക്കും ഇതിനകത്തുണ്ടാവുക. അതിലെ പ്രേക്ഷകർക്ക് ഒരു കാരണവശാലും നിരാശപ്പെടേണ്ടി വരില്ല. ഇതിനൊക്കെ ഒരു വേദി ഒരുക്കുക എന്ന് പറഞ്ഞിരുന്നാൽ ഒരു എന്താ പറയുക ബഡ്ജറ്റിന്റെ ഇത്ര എമൗണ്ടിനുള്ളിൽ തീർക്കണം എന്ന് കണ്ടീഷൻ വയ്ക്കാതെ ഇതിന് വേണ്ട മാക്സിമം പ്രോത്സാഹനം നൽകിയ ഒരു പ്രൊഡ്യൂസർ ഇതിന്റെ പിന്നിലുണ്ട്. ദാറ്റ് ഈസ് ഷെരീഫ് മുഹമ്മദ്. അദ്ദേഹം ഗൾഫ് നാടുകളിൽ തൻ്റെതായിട്ടുള്ള ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തിട്ടുള്ള വ്യക്തിയാണ്. വളരെ യങ്ങായിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ. ഇത്ര എമൗണ്ടിനുള്ളിൽ തീർക്കണം, ഇത്ര ദിവസത്തിനുള്ളിൽ തീർക്കണം, അങ്ങനെ ഒന്നും പറയാതെ ഒരു ഫ്രീ ഹാൻഡ് സംവിധായകന് കൊടുത്തുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ മാർക്കോ വന്നിട്ടുള്ളത്. ഷെരീഫ് മുഹമ്മദ് എന്ന പ്രൊഡ്യൂസർ തീർച്ചയായിട്ടും ഫിലിം ഇൻഡസ്ട്രിക്ക് ഒരു അസറ്റ് തന്നെ ആയിരിക്കും. മാർക്കോ വിൽ ബി എ പക്ക എന്റർടൈനർ. ഇറ്റ് വിൽ ബി ആൻ ആക്ഷൻ മൂവി, ഇറ്റ് വിൽ ബി എ വയലന്റ് ആക്ഷൻ മൂവി. എനിക്ക് തോന്നുന്നില്ല 18 വയസ്സിന് താഴെയുള്ളവർക്ക് ഈ ചിത്രം തിയേറ്ററിൽ കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെരി സോറി. എനിക്കെന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അത് നിങ്ങൾ സിനിമ കണ്ട് തീരുമാനിക്കുക. എന്താ പറയാ വില്ലനി നടത്തുന്നു, അതേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. വില്ലനി അത് ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ ചെയ്യുന്നത്. സമൂഹത്തിൽ ഒരിക്കലും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രമല്ല എൻ്റെ ടോണി ഐസക്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ടോണി ഐസക് ആകാൻ ശ്രമിക്കരുത്. മാർക്കോ ആകണമെന്ന് ഞാൻ പറയില്ല. മാർക്കോ അക്രമത്തിന്റെ പാത സെലക്ട് ചെയ്യുന്നു. നമ്മുടെ റിയൽ ലൈഫിൽ നമ്മളെല്ലാം നിയമത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കണം. ഈ മൂവി ഹനീഫ് സ്റ്റോറി പറയുമ്പോൾ തന്നെ അത്യാവശ്യം വയലൻസ് പിന്നെ നമ്മൾ ആക്ച്വലി പ്ലേസ് ചെയ്ത് നോക്കിയത് മോസ്റ്റ് വയലന്റ് എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. നമ്മൾ മാർക്കറ്റിലേക്ക് മൂവി പിച്ച് ചെയ്യുന്നത് ഒരു റൈറ്റ് പ്ലേസിലേക്ക് എത്തണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ഉണ്ണിയുടെ പെർഫോമൻസ് ആണ്. മാർക്കിൽ 7 ഫൈറ്റാണുള്ളത്. ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു, എനിക്ക് പറയാൻ വാക്കില്ല. കാരണം ഗംഭീരമായിട്ട് ആക്ഷൻ ഉണ്ണി ചെയ്തിട്ടുണ്ട്. ഹനീഫ് ഒരു പൂ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണി ഒരു പൂന്തോട്ടം വരുന്നു. പിന്നെ നമ്മളെല്ലാവരും എല്ലാ മൂവീസും നമ്മൾ കാണാറുള്ളതാണ്. മലയാളത്തിൽ നിന്ന് ഒരു വ്യത്യസ്തത കൊണ്ടുവരണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. അതിന്റെ മീനിങ് ഒരിക്കലും ഇതൊരു ഇന്റർനാഷണൽ മൂവിയാണെന്നല്ല, നമ്മളുടെ മലയാളികൾക്കുള്ള. പക്ഷെ മലയാളത്തിൽ ഇന്ന് വരെ കാണാത്ത ഒരു വയലൻസ് നിറഞ്ഞ മൂവി ആയിരിക്കും. മലയാള സിനിമയില് ഒരു ചോട് മുന്നിലേക്ക് വെക്കാൻ പറ്റിയ മൂവി ആയിരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. പിന്നെ നിങ്ങളാണത് ജഡ്ജ് ചെയ്യേണ്ടതും, നിങ്ങളാണ് ഈ സിനിമ വിജയിപ്പിക്കേണ്ടത്. നല്ലതാണെങ്കിൽ ഈ സിനിമ വിജയിപ്പിക്കേണ്ടത് നിങ്ങളാണ്. എൻ്റെ ആദ്യത്തെ സിനിമയാണ്. ഞാനും നിങ്ങളെപ്പോലെ ഒരു സാധാ ഓഡിയനാണ്. ആസ് എ നോർമൽ ഓഡിയൻ എനിക്കൊരു ഉറപ്പ് തരാൻ പറ്റും ഈ സിനിമ ഒരിക്കലും ഒരു മോശം സിനിമ ആയിരിക്കില്ല. പിന്നെ എടുത്തു പറയേണ്ടത് ഈ മൂവിയിൽ വർക്ക് ചെയ്ത എല്ലാവരും ഒരു കുടുംബം പോലെയാണ് വർക്ക് ചെയ്തിരുന്നത്. എല്ലാവരും അവരുടെ ബെസ്റ്റ് ഈ മൂവിയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ണിയുടെ ബോഡി ട്രാൻസ്ഫോർമേഷൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ബോഡി ട്രാൻസ്ഫോർമേഷനിലേക്ക്. ഹനീഫിന്റെ റൈറ്റിംഗ് സ്കില്ലായാലും ഡയറക്ഷൻ സ്കില്ലായാലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമായിട്ട് ഞങ്ങളുടെ സിനിമയല്ല, നമ്മളുടെ സിനിമയാണ്, നമ്മൾ ഓരോരുത്തരുടെയും സിനിമയാണ്. കാരണം മലയാള സിനിമയുടെ നെക്സ്റ്റ് ലെവലിലേക്കുള്ള ഒരു ചവിട്ടുപടി ആവണം. അപ്പൊ അതിന് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. തീർച്ചയായിട്ടും നോക്കാതെ ചെയ്തിരിക്കും പറഞ്ഞിട്ട് നമ്മുടെ സപ്പോർട്ട് എന്ന് തുടങ്ങിയിരിക്കുന്നു. ഇന്നത്തെ ഒരു പറഞ്ഞൊരു കാര്യം, അതായത് മലയാളി ഓഡിയൻസ് എത്രമാത്രം ഇങ്ങനത്തെ വയലൻസ് അക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയില്ലായിരുന്നു പറഞ്ഞിട്ട് അവർ അറിയാൻ വേണ്ടി ആ കറക്റ്റ് സമയത്ത് കില്ലങ്ങ് റിലീസ് ചെയ്തു. അതങ്ങ് പോസിറ്റീവ് റിപ്പോർട്ടല്ലേ മൊത്തത്തില്. അപ്പൊ കുറച്ചും കൂടി ഒരു ധൈര്യം വന്നിട്ടുണ്ടാവും.
അതെ അല്ലേ? ആ പേടി കുറച്ച് അതെ, പേടി ഇങ്ങോട്ട് മാറിയിട്ടുണ്ടാവും. വയലൻസ് ഇവിടെ പോകൂട്ടോ. അത് ഇപ്പൊ ആകെ ഒരു പേടി ഉണ്ടാവുള്ളൂ, ഇത് ജനങ്ങൾക്ക് കണക്ട് ആവോ ഇല്ലയോ. അതെ, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇപ്പൊ ഇവര് പറഞ്ഞ അനുസരിച്ച് ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഒരു ഫൈറ്റ് ഉണ്ടാവുന്നത്. അങ്ങനത്തെ കണക്ഷനിലാണ് പോണെങ്കിൽ അത് കണക്ട് ആവും. അതെ, മനസ്സിലായോ? അല്ലെങ്കിൽ അല്ല വെറുതെ പോയിട്ട് എന്തെങ്കിലും അടിയും പിടിയും വെട്ടും കുത്തും ഉണ്ടാക്കി വരുന്നത് അങ്ങനെ അഡ്ജസ്റ്റ് എന്താ പറയാ ദഹിക്കൂല. അത് ഇങ്ങനത്തെ ഒരു ഇമോഷൻ ഉണ്ടായി ആ ഇമോഷന്റെ ഭാഗമായിട്ട് നടക്കുന്ന സംഭവം ആകുമ്പോൾ അത് എല്ലാരും അത് മനസ്സിലാക്കും. അത് ഇതുകൊണ്ടാണ് നടക്കുന്നതെന്നുള്ളത്. മറ്റൊന്നുണ്ട്, അതായത് ഈ ഇമോഷൻ അവരിതിന് കാരണം കൊടുത്തു, ആ കാരണം നമുക്ക് കൺവിൻസിങ് ആവണം. അതെ, ഇപ്പോൾ കങ്കുവ സിനിമയുടെ കാരണങ്ങളൊക്കെ അതിൽ അത്യാവശ്യം ഉണ്ടായിരുന്ന കാരണങ്ങൾ, പക്ഷെ ആ കാരണങ്ങൾ നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. അങ്ങനെയുള്ള അതായത് ജനങ്ങളുമായിട്ട് ആ കണക്ഷൻ കിട്ടാത്തത് കൊണ്ടാണ്. സംഭവം കണക്ഷൻ ഉള്ളതെല്ലാം ഇട്ടിട്ടുണ്ട്, പക്ഷെ നമ്മളുമായിട്ട് അത് കണക്റ്റ് ആവുന്നില്ല. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം വന്നാലേ ഒരു നെഗറ്റീവ് വരുള്ളൂ. എന്തായാലും ഉണ്ണിമുകുന്ദൻ്റെ ഒരു പാൻ ഇന്ത്യൻ സിനിമ തന്നെ. ശരിക്കും ആൾ ഇതിന് മുൻപ് പാൻ ഇന്ത്യൻ സിനിമകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാലട്ടിൻ്റെ കൂടെ, അതുപോലെ NTRയുടെ കൂടെ ജനതാ ഗ്യാരേജിലൊക്കെ വന്നിട്ടുണ്ട്. അല്ല, ചിലർക്ക് അങ്ങനെയൊക്കെ ഒരു ചിന്താഗതി ഉണ്ട്, ഉണ്ണിനെ അത്രക്കൊക്കെ പാൻ ഇന്ത്യനൊക്കെ ആയിട്ട് അറിയോ എന്നുള്ളതൊക്കെ വെറുതെ തോന്നുന്നതാ. പിന്നെ വേറെ അല്ലാതെ എത്ര തെലുങ്ക് സിനിമ ചെയ്തിട്ടുണ്ടാവും. അല്ല, ഇപ്പൊ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോട് ചോദിക്കേണ്ട എത്ര ഉള്ളൂ. ഇപ്പൊ കില്ലെന്ന് പറഞ്ഞ സിനിമയുടെ നായകൻ, അയാളൊരു പാൻ ഇന്ത്യൻ നായകനായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നില്ലല്ലോ. സിനിമ റിലീസ് ചെയ്തു, അതിന്റെ മാത്രം ഉണ്ട് എന്ന് അറിയുമ്പോൾ അതങ്ങ് അഡ്ജസ്റ്റ് ആവും. അതേപോലെ തന്നെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. മാർക്കോന്റെ ടീസർ കാണുമ്പോഴും വേറെ അപ്ഡേഷൻസ് വരുമ്പോഴും ഒക്കെ നമുക്ക് തോന്നിയിട്ടുള്ള സംഭവങ്ങൾ അങ്ങനെ തന്നെയാണ്. പാൻ ഇന്ത്യൻ സ്റ്റാറിന് അതെ, ഉണ്ണിയുടെ റീച്ച് പോട്ടെ, അതെന്തോ ആട്ടെ, അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച വെക്കേണ്ട കാര്യമില്ല. ഉണ്ണിയുടെ ഫൈറ്റിലുള്ള ആളുടെ കഴിവ്, അതിനാർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ. അതിന് ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ ഒരൊറ്റ ഫൈറ്റ്, ആ മാളികപ്പുറത്തിലെ ഒരൊറ്റ ഫൈറ്റ് ഉണ്ടാവും സെക്കൻഡ് ഹാഫിലുള്ള, അത് തന്നെ ധാരാളം. അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കും ഈ ഒരു ട്രഡീഷണൽ ടൈപ്പ് ഉള്ള സാധനത്തിലേക്കൊക്കെ ഉണ്ണി എന്ത് കറക്റ്റ് ആണ്. ഇതാണെങ്കിൽ വരുന്നത് നേരെ തിരിച്ചാണ്, സ്റ്റൈലിഷ് ലുക്കിലാണ് വരുന്നത്. അപ്പം സ്റ്റൈലിഷ് ആണെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പൊ സ്റ്റൈല് തന്നെ, അതെ, സ്റ്റൈലൊക്കെ ബോളിവുഡിൽ വമ്പ ഹിറ്റാ. അതായത് റീമേക്ക് അല്ല, ഡബ്ഡ് വേർഷൻ എന്തൊരു ഹിറ്റാന്ന് അറിയാം, ഭയങ്കര ഹിറ്റായ സിനിമയാണ്. അത് അന്ന് മുതലേ ആളിത് സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതിന് ആൾക്ക് കൂടുതലായിട്ടുള്ള ഒരു പൊന്ത് വിളയാടാനുള്ള ഒരു മേച്ചിൽപ്പുറം കൊടുത്തിട്ടുണ്ട്, അവസരം കൊടുത്തിട്ടുണ്ട്. ആളിനി മേഞ്ഞോളും. ആള് മേഞ്ഞു എന്നാണ് എല്ലാരും പറയുന്നത്. ഇനി നമുക്ക് കണ്ടിട്ട് തീരുമാനിക്കാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.